അങ്ങനെ പുണ്യനബി വീട്ടിലേക്ക് സ്വീകരിച്ചു വരുത്തിയ മോനാണ്. പുണ്യനബിക്ക് 10 കൊല്ലം തങ്ങൾ വഫാത്താകുന്നവരെ സേവനം ചെയ്ത സുഹാബി, 10 വർഷം ഹബീബിന് സേവനം ചെയ്ത് തങ്ങൾ വഫാത്താകുമ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് എന്നവർ നബിയെ കണ്ട പോലെ വേറെ ഒരു സ്വഹാബി, ഒരു പുരുഷനായ സ്വഹാബി നബിയെ കണ്ടിട്ടുണ്ടാവില്ല. ശരിയല്ലേ? ഇവിടുത്തെ ഭാര്യമാർ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിക്കുന്നവര് എപ്പോഴില്ലല്ലോ. അനസ് എന്നവര് വീട്ടിൽ എപ്പോഴുമുണ്ട്. തങ്ങളുടെ വീട്ടിലാണ് കിടത്തം. കൊച്ചുമോനായി വന്നതാണ്. ആ മോൻ ഹബീബിന്റെ കൂടെ യാത്രകളിലുണ്ട്, വീടിലുണ്ട്. പുണ്യ നബി തങ്ങളുടെ കൂടെ മസ്ജിദിലുണ്ട്. അത്രത്തോളം നബി തങ്ങളെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ മദീന കാലഘട്ടത്തിൽ അവസരമുണ്ടായ മറ്റൊരാൾ വേറെ ഉണ്ടാവില്ല. ശ്രദ്ധിക്കുന്നവര് മക്ക മുതലുണ്ട്. അതല്ല, മദീന കാലഘട്ടം ഹബീബിന്റെ വിജയത്തിന്റെ നാന്തി കുറിച്ച ഹിജ്റ മുതൽ തങ്ങൾ വഫാത്താകുന്നവരെ ഹബീബിന്റെ വീട്ടിലെ ഖാദിമായി ജോലി ചെയ്ത മോനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് താബിഈയായ സ്വഹാബികൾക്ക് ശേഷം വന്ന തലമുറ, അവരെയാണ് നമ്മൾ താബിഈങ്ങൾ എന്ന് പറയുന്നത്. താബിഈയായ സാബിത്തുൽ ബുനാനി, ഉസ്താദുമാർക്ക് കേട്ടുപരിചയമുള്ള പേരാണിത്. ഔലിയാക്കന്മാർ അറിയപ്പെടുന്ന മഹാൻ, റബ്ബാനിയായ ആലിം, മുഹദ്ദിസായ മഹാൻ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അനസ് ഇബ്നു മാലിക് എന്നവരെ കാണുമ്പോൾ അനസ് എന്നവരെ നോക്കി പറയുകയാണ്, അഅ്തുനി ഐനൈക അഅ്തുനി ഐനൈക അല്ലതി റഅയ്ത ബിഹിമാ റസൂലല്ലാഹ് ഹത്താ ഉഖബ്ബില. അനസ് ഇബ്നു മാലിക്, അങ്ങയുടെ ആ 2 കണ്ണുകൾ എനിക്കൊന്ന് തരണേ. എത്രയാണ് ആ കണ്ണുകളെ കൊണ്ട് ഹബീബിനെ അങ്ങ് കണ്ടത്? ആ കണ്ണുകളൊന്ന് തരണേ, ഞാൻ ആ കണ്ണുകളിൽ ഒന്ന് ഉമ്മ വെക്കട്ടെ എന്ന് പറഞ്ഞ താബിഈയാണ് സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബിയായ അനസ് എന്നവരെ കാണുമ്പോൾ ആ കണ്ണുകളെ ഓർക്കുകയാണ്. ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ ഇത്? ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ ഇത്? മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബിമാരിൽപ്പെട്ട മിഖ്ദാദ് എന്നവരോട് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മിഖ്ദാദേ തൂബാ ലിഐനൈ അല്ലതി റഅതാ ബിഹാ റസൂലല്ലാഹ് മിഖ്ദാദേ, നിങ്ങളുടെ ആ 2 കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ആ 2 കണ്ണുകളുടെ സൗഭാഗ്യമേ. എത്ര തവണ ഹബീബിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളാണ് മിഖ്ദാദേ നിങ്ങളുടെ കണ്ണുകളെന്ന് സ്വഹാബിമാരുടെ കണ്ണുകൾ കണ്ടുകൊണ്ട് താബിഈങ്ങൾ അസൂയ പൂണ്ട് പറയുമായിരുന്നു. ഇത് ഹുബ്ബാണ്, ഇത് സ്നേഹമാണ്, ഇത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ആർക്കാണോ മഹബ്ബത്ത് കൂടുതലുള്ളത് അവര് നാളെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുന്നവരാണ്. അല്ലാഹു നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുണ്യനബിയെ, അല്ലാഹു സ്നേഹിക്കുന്നുണ്ട് എന്നെ, അല്ലാഹു സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണമേ. ഹബീബിന്റെ ഹദീസാണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന ഥുറയ്യാ ഉൽഖത് ഫീ ജബീനിഹി വഫീ ജീദിഹി അശ്ശഅറാ വഫീ വജ്ഹിഹിൽ ഖമറു. ചന്ദ്രനും നക്ഷത്രങ്ങളും താരോദയവും പൂർണ്ണ ചന്ദ്രനും ഉദിച്ചുയർന്നു നിൽക്കുന്ന മുഖമേ ഹബീബേ, അങ്ങയുടെ മുഖം. അലൈഹി ജലാലുൽ മജിദ് ലൗ അന്ന വജ്ഹഹു അല്ലാഹ ബിലൈലിൻ ഹല്ലലൽ ബദു വൽ ഹദറു. പ്രകാശം സ്ഫുരിക്കുന്ന ആ വിശുദ്ധമായ മുഖമെങ്ങാനും ലോകത്തേക്കൊന്ന് എത്തി നോക്കുകയായിരുന്നുവെങ്കിൽ നാടും നഗരവും എല്ലാം ആ മുഖവെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമാകുമായിരുന്നു എന്ന് കവി പാടുമ്പോൾ അതാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വിശുദ്ധ ഖുർആൻ ഓതുകയാണ് നബി തങ്ങൾ. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കതീറൻ മിനൻ നാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ബിംബങ്ങളെ സംബന്ധിച്ച് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അന്നത്തെ ആരാധ്യ വസ്തുക്കളായിരുന്ന ബിംബങ്ങളെ നോക്കി മെസപ്പൊട്ടേമിയക്കാർ, ബാബിലോണിയക്കാർ ബിംബാരാധനകൾ ചെയ്തിരുന്ന കാലം ബിംബങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, റബ്ബേ, ഈ ബിംബാരാധന എത്രയോ ആളുകളെ അല്ലാഹുവേ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞാൻ പറഞ്ഞത് സ്വീകരിച്ചവർ എന്നിൽപ്പെട്ടവരാണ് റബ്ബേ, അവരെ നീ ശിക്ഷിക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞത് കേൾക്കാത്തവർ, പഠിച്ചവനെ, നിന്റെ അടിമകളാണല്ലോ അവർ, നീ മാപ്പ് ചെയ്യുന്നവനല്ലയോ? ശരീരത്തിന് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് ഖുർആൻ പറയുന്ന ചാലഞ്ച്. അത്രയും വർഷം ജീവിച്ച മഹാനാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. മെസപ്പൊട്ടേമിയക്കാരനാണ്. ഇറാഖിലെ യൂഫ്രട്ടീസിനും ദിജ്ലക്കും ടൈഗ്രീസിനും യൂഫ്രട്ടീസിനും ഇടയിലുള്ള പ്രദേശത്തിനാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയാം. The lands between two rivers. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം, ഇതാണ് പഴയകാലത്ത് മെസപ്പൊട്ടേമിയ എന്ന് പറയാം. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്തിന് കടന്നു വന്നത്. അല്ലാഹുവേ, എന്നെ പിൻപറ്റാത്തവരെ മുഴുവൻ നരകത്തിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റല്ല. പക്ഷേ നൂഹ് നബി പറയുന്നത്, വമൻ അസ്വാനി, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നവർ, ഇന്നക ഗഫൂറുർ റഹീം, നീ പുറത്തു കൊടുക്കുന്നവനല്ലയോ റബ്ബേ, നീ കരുണാനിധിയല്ലയോ? ഇത് കൊടുത്തൂടെ റബ്ബേ? ആഗ്രഹം പറയാ. ശിർക്ക് പുറത്തു കൊടുക്കൂല എന്നാ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെയും തങ്ങളോതി ഈസാ നബി പറയുന്ന വാക്ക്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസാ നബിയെ ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിചാരിച്ചവരോ പ്രാർത്ഥിച്ചവരോ ആരാധിച്ചവരോ റബ്ബേ, ഞാൻ അവരോടത് പറഞ്ഞിട്ടില്ല എന്ന് ഈസാ നബി പറയുമത്രേ പരലോകത്ത്. ഒരു കാര്യം ഇടക്കൊന്ന് സൂചിപ്പിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് മനുഷ്യന്റേതല്ല. നബി തങ്ങൾ ഒരിക്കലും ഇതിൻ്റെതാൻ തങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല. ഖുർആൻ അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതമാണ്. ഒരു സെന്റൻസ് കണ്ടെങ്കിൽ എളുപ്പമാണെന്ന് അതുപോലെ ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല. ഖുർആന്റെ അതിന്റെ റിതം അതൊരിക്കലും നസറുമല്ല നളുമുമല്ല, മാ ബൈനഹുമ. ഖുർആനിന്റെ അതിന്റെ the choice of letters, the choice of words, the sequence of ayats, ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അത് പഠിക്കുമ്പോഴേ അറിയുള്ളൂ. അറബി എഴുതാനും അറിയാത്ത ആൾക്കാരെ നമ്മൾ യുക്തിവാദികൾ മുമ്പ് യുക്തിവാദത്തിൽ പോയ ഒരാളെ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അവരപ്പം ഭയങ്കര കസർത്തണത് ഖുർആനിൽ ആ തെറ്റുണ്ട് ഈ തെറ്റുണ്ട്. അറബി എഴുതാനും വായിക്കാനും ഈ പറയുന്ന ആൾക്ക് അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഖുർആൻ ക്രിസ്ത്യാനികളിൽ നിന്ന് നിബിധങ്ങൾ കേട്ട് എഴുതി എന്നും ചില ആളുകൾ തട്ടിവിടാറുണ്ട്. മഅദല്ലാഹ്, അത് തെറ്റാണ്. ക്രിസ്ത്യാനികൾ അന്ന് വിശ്വസിച്ചിരുന്നത് നിബിധങ്ങൾ എഴുതി ഉണ്ടാക്കിയതാന്ന് വരികയാണെങ്കിൽ, സപ്പോസ് സങ്കല്പിക്കുകയാണെങ്കിൽ, ഖുർആനിൽ മറിയം ബീവി ദൈവമാണെന്നാണ് എഴുതേണ്ടത്, അല്ലേ? ഈസാ നബി ദൈവപുത്രനാണെന്നാണ് എഴുതേണ്ടത്. ജിബ്രീൽ 3 ദൈവങ്ങളിൽ ഒന്നാണെന്നാ പറയേണ്ടത്. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താ? ഇവരൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഈസാ നബി പരിശുദ്ധരായ നബിയാ. അത് അന്നത്തെ ക്രിസ്ത്യാനികൾ പറഞ്ഞ വാദമല്ല. അവര് പറഞ്ഞ നബി കോപ്പിയാണെങ്കിൽ അതല്ലേ പറയാ. ഖുർആൻ അതിനെ തിരുത്തുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെ അവര് പറഞ്ഞ നബി പറഞ്ഞെന്ന് പറയാം? അവരുടെ വാദമല്ലേ പിന്നെ നബി നിങ്ങൾ പറയേണ്ടത്? ഖുർആൻ അതിനെതിരല്ലേ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട്, പരിഹരിക്കണം. ദൈവം സൃഷ്ടിയല്ല, സൃഷ്ടിരൂപം ദൈവത്തിനില്ല.
അല്ലാഹു എന്ന സർവേശ്വരനായ പടച്ചവൻ നമ്മുടെ കണ്ണുകൾക്ക് ഈ ലോകത്ത് കാണപ്പെടാത്തവനാണ്. പക്ഷെ അവൻ അല്ലാഹുവിനെ പറ്റി അറിയാൻ ഇലകളും പുല്ലുകളും മുതൽ കല്ലുകളും മണൽത്തരിയും മുതൽ താരസമൂഹങ്ങൾ വരെ നമ്മുടെ മുമ്പിൽ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തരാൻ ഇവിടെയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ, ബുദ്ധി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അല്ലാഹുവിനെ. ആണ് റബ്ബ്. അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാക്കിയതല്ല ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ നാളെ അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വിസ്തരിക്കുമെന്നും യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയേ, അൻത ഖുൽത ലിന്നാസ്, നിങ്ങളാണോ ജനങ്ങളോട് പറഞ്ഞത് ഇത്തഖിദൂനി വ ഉമ്മിയ, എന്നെയും എന്റെ ഉമ്മയെയും ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ഞാനും എന്റെ ഉമ്മയും ദൈവങ്ങളാണെന്ന് ഈസ നബിയെ നിങ്ങൾ പറഞ്ഞുവോ എന്ന് അല്ലാഹു ഈസ നബിയോട് നാളെ ചോദ്യം ചെയ്ത് വിസ്തരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. ഈസ നബിയുടെ മറുപടിയും ഖുർആനിലുണ്ട്. ഈസ നബി പറയും, റബ്ബേ മാ ഖുൽതുഹും ഇല്ലാ മാ അമർതനി, നീ എന്താണോ എന്നോട് അരുളി ചെയ്തത്, നീയാണ് ദൈവമെന്നും പടച്ചവനെന്നും എന്നല്ലയോ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരിൽ നിന്ന് തിരിച്ചു പോന്നപ്പോ, എന്നെ നീ ഉയർത്തിക്കളഞ്ഞപ്പോ, അതിന്റെ ആശയം അതാണ് അവിടെ തവഫൈതനി എന്ന വാക്കിനർത്ഥം. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല റബ്ബേ. അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞുണ്ടാക്കിയോ എനിക്കറിയില്ല. ഒരു മതവിശ്വാസിയെയും വേദനിപ്പിക്കാനല്ല, വിഷമിപ്പിക്കാനുമല്ല, വിശുദ്ധമായ ഖുർആനിലെ ഒരാശയം സത്യാന്വേഷികൾക്ക് വേണ്ടി പഠിക്കാൻ വിട്ടുതരികയാണ്. ഈസ നബി അലൈഹിസ്സലാം അവിടുന്ന് മറുപടി പറയും, റബ്ബേ ഞാൻ പറഞ്ഞത് സ്വീകരിച്ചവർ എന്റെ കൂടെയുള്ളവർ, എന്നാൽ ഞാൻ പറഞ്ഞതനുസരിക്കാതെ എന്നെ ദൈവമാക്കി വെച്ചവർ അവരെ ശിക്ഷിക്കണേ എന്ന് ഈസ നബി പറയൂല. അല്ലാഹുവേ ശിക്ഷിക്കുകയാണെങ്കിൽ അവര് നിന്റെ അടിമകളാണ് റബ്ബേ. അവരെ ശിക്ഷിക്കാതെ വിട്ടാൽ നിന്റെ ഇസ്സത്തിന് ഒരു കോട്ടവും പറ്റുകയില്ലല്ലോ. എന്ന് ഈസ നബിയും നൂഹ് നബിയും പറയുന്ന വാക്കുകൾ ഹബീബായ നബി വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓതിയപ്പോൾ ആകാശത്തേക്ക് കയ്യുയർത്തുകയാണ് ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാം മെസപ്പൊട്ടേമിയയിൽ കഴിഞ്ഞുപോയ ഏകദേശം BC 15-ലോ 16-ലോ 20-ലോ നമുക്കറിയില്ല, ആ കാലഘട്ടത്തിലെ ഒരു സമുദായത്തെ കുറിച്ച് പറയുമ്പോ AD ആദ്യത്തിൽ കഴിഞ്ഞു പോയ ഈസ നബിയുടെ സമുദായത്തെ കുറിച്ച് ഈസ നബിയും പറയുമ്പോൾ, അല്ലാഹുവേ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്ന എന്റെ ഉമ്മത്തികളുമുണ്ടല്ലോ ലോകത്ത്. എത്ര ഉണ്ട്? കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമാണ്, എന്റെ ശരീരത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞവർ, വ്യഭിചാരം പാടില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ബെസ്റ്റിയാണെന്ന് പറഞ്ഞവർ, മദ്യം പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ദഹനത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞവർ, മൂത്രച്ചൂടിന് മരുന്നാണെന്ന് പറഞ്ഞവർ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കുരുട്ടു പറഞ്ഞു മറികടന്ന ആളുകൾ എന്റെ ഉമ്മത്തിലുമുണ്ട് റബ്ബേ. ഉമ്മച്ചി ഉമ്മച്ചി, ഞാൻ അരുത് എന്ന് പറഞ്ഞത് ചെയ്തവർ, പലിശ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ബാങ്കുകാര് വാടക കറക്റ്റ് തരുന്നവരാണ്, അവർക്ക് വാടക കൊടുക്കാമെന്ന് തീരുമാനിച്ചവർ, പലിശക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ അത്ര പെർസെന്റേജ് അല്ലേ അവിടെ ഉള്ളൂ, അവിടെ പലിശയുടെ റേറ്റ് കുറവല്ലേ എന്ന് പറഞ്ഞ് പലിശയുമായി ഇടപെട്ടവർ അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ പറ്റിയ ഒരു കാരണമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാനും കല്യാണത്തിന് പന്തലിടാനും പൊലിപ്പ് കാണിക്കാനും വേണ്ടി കാശിന് വേണ്ടി റോള് ചെയ്യാൻ പലിശയുടെ ഇടപാടുകൾ ചെയ്തവരും എന്റെ ഉമ്മത്തിലുണ്ട് റബ്ബേ എന്ന് ഹബീബിനറിയാം. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ ഉമ്മച്ചികൾ, അല്ലാഹുവേ എന്റെ ഉമ്മച്ചികൾ. ഖുർആൻ ഓതാൻ അവർക്ക് സമയമില്ല, പക്ഷേ മൊബൈലിൽ ഖുർആനിന്റെ ആപ്പുകളുണ്ട്, ഒന്ന് തുറന്നു നോക്കിയാൽ
ഖുർആൻ ഓതാൻ കഴിയും, ഹദീസുകൾ വായിക്കാൻ കഴിയും, ഒന്ന് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ തുറന്നാൽ നല്ല വാദുകൾ കേൾക്കാൻ കഴിയും, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ കേൾക്കാൻ കഴിയും. എന്നിട്ടും അതൊക്കെ മാറ്റിവെച്ച് പുതുതായി ഇറങ്ങുന്ന സിനിമകൾ കണ്ടു തീർന്നിട്ടില്ല. അതൊന്ന് കാണട്ടെ. മണിക്കൂറുകളോളം ഓരോരോ ഭാഷകളിലേതും മലയാളവും തമിഴും കഴിഞ്ഞ് കൊറിയൻ, ചൈനീസ് ഇതൊക്കെ കാണാൻ നമുക്ക് സമയമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ കിതാബൊന്ന് ഓതി നോക്കാൻ നേരമില്ലാത്ത ആളുകളും 21-ാം നൂറ്റാണ്ടിലെ ഉമ്മത്തികളിൽ ഉണ്ടെന്ന് ഹബീബിനറിയാം. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി. ഈസ നബിയും നൂഹ് നബിയും അവരവരുടെ സമുദായത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കേസ് വിസ്തരിക്കുമ്പോ, അല്ലാഹുവേ ഉമ്മത്തി ഉമ്മത്തി, എനിക്കുമുണ്ടല്ലോ ഉമ്മത്തികൾ, എന്റെയും അനുയായികൾ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വബകാ, തേങ്ങി തേങ്ങി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഈ രണ്ടായത്ത് ഓതിയപ്പോ എന്റെ ഉമ്മത്തികളെ പറ്റി എനിക്ക് എന്ത് പറയാൻ കഴിയും? ഫഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്, യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറബ്ബുക അഅലം. അല്ലാഹുവിനറിയാം എന്തിനാണ് നബി തങ്ങൾ കരയുന്നതെന്ന്. എന്നാലും ഫസൽഹു, നിങ്ങളൊന്ന് പോയി ചോദിക്കണേ, എന്തിനാ കരയുന്നത്? ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ തങ്ങൾ വന്ന് ചോദിച്ചു, നബിയേ എന്തിനാണ് അങ്ങ് കരയുന്നത്? തങ്ങൾ വിവരം പറഞ്ഞു. അല്ലാഹുവിനോട് ചെന്ന് പറഞ്ഞു, റബ്ബേ, അവിടുത്തെ ഉമ്മത്തുകളിൽ ഹബീബിന്റെ അനുയായികൾ എന്ന് പറഞ്ഞവർ, എന്നാൽ പുണ്യനബി തങ്ങൾ പറഞ്ഞതനുസരിക്കാൻ മടി കാണിച്ചവർ, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ, ഗീബത്തുകളും നമീമത്തുകളും പരസ്യമായി സോഷ്യൽ മീഡിയകളിൽ മുഅ്മിനീങ്ങളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, സാധാരണക്കാരെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച് അപരാധങ്ങളും കുറ്റവും കുറവും എഴുതിയും പറഞ്ഞും തിമർത്താടുന്നവർ, ഇതൊന്നും ഹബീബ് പൊരുത്തപ്പെടുമോ? ഇതാണോ നമ്മുടെ നസീഹത്തിന്റെ രീതി? ഇതാണോ നമ്മുടെ നസീഹത്തിന്റെ ഉസ്ലൂബുകൾ? പഠിക്കുകയും വിദ്യാഭ്യാസം ഉണ്ടാവുകയും ദർസ് നടത്തുക വരെ ചെയ്യുന്ന ഉസ്താദുമാരടക്കം ഗീബത്ത് നമീമത്തുകൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ചില ആളുകൾ ഇരുന്ന് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തെറ്റാണ് കുട്ടികളെ, ഇത് ചെയ്യരുത് എന്ന് പറയാൻ, ചെങ്കൂറ്റം കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പറഞ്ഞോട്ടെ എന്ന് പറയാൻ, പരസ്യമായി തിരുത്തണമെന്ന് പറയുന്നു. ആരെയാണ്? അഹ്ലുൽ ബൈത്തിനെ, സാധാരണക്കാരെ പോലുമല്ല, സയ്യിദന്മാരെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ, ദഅവത്ത് ചെയ്യുന്ന ആളുകളെ. ഇങ്ങനെയൊക്കെ ഓപ്പൺ കോടതിയായി ഉമ്മത്തിന്റെ മുമ്പിൽ പരസ്യമായി ഗീബത്ത് നമീമത്ത് വിളമ്പുമ്പോൾ അതൊക്കെ ഒരു അഭിമാനവും ഒരു ചമൽക്കാരവും ഇതൊക്കെ ഇസ്സത്തിന്റെ കാരണവുമാണെന്ന് വിചാരിക്കുകയും വല്ല പ്രമോഷനും കിട്ടുമോ എന്ന് പോലും ആഗ്രഹിച്ച് ഇതുപോലെയുള്ള ഗീബത്തിന്റെ ബീഭത്സങ്ങൾ വിളമ്പുകയും ചെയ്യുമ്പോൾ ഒന്നോർക്കേണമേ, അല്ലാഹുവിന്റെ റസൂൽ ഇത് ഇഷ്ടപ്പെടുമോ? പുണ്യനബി തങ്ങൾ ഇങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത്? ഉമർ എന്നവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒരു യാത്രയിൽ വിശ്രമിക്കുമ്പോ നേരം വെളുത്തപ്പോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഖാദിമായ ചെറുപ്പക്കാരൻ ഉറങ്ങിപ്പോയി. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കറിയുണ്ടാക്കി